അപ്പോൾ എൻ്റെ സ്കിന്നിന് ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കി തന്നൊരു അടിപൊളി പാക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. യൂട്യൂബിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സാധനം വെച്ചിട്ട് നമ്മളൊരു പാക്ക് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്. രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ ഇത് നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. ഒറ്റ വാഷിൽ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാക്കിയെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. Hello all, welcome back to my YouTube channel Sandra7. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇതുവരെ യൂട്യൂബിൽ ആരും ചെയ്യാത്തൊരു ടൈപ്പ് വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും ചെയ്യാത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതുവരെ വേറെ ആരും യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് ഇത് സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ കെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ ഇതുവരെ യൂട്യൂബിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾക്കിത് ഇപ്പം സ്കിന്നിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതും സ്കിന്നിന് യൂസ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരുമായിരിക്കും. വളരെ സിമ്പിളാണ്, പക്ഷേ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ടൈപ്പാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ എല്ലാ വീട്ടിലും ഇത് കാണും കേട്ടോ. എല്ലാ വീട്ടിലും ഉള്ള ഒരു സംഭവമാണ്. ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ്. പക്ഷേ എന്നാലും നമ്മുടെ സ്കിന്നിനെ ഭയങ്കര അധികം എഫക്റ്റീവായിട്ടും അതുപോലെ നമ്മുടെ സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആയിട്ട് വയ്ക്കുവാനും ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്ക് എന്താണിതെന്ന് പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഇനിയുള്ള അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എടുക്കുകയാണ്. അതിൻ്റെ പേരാണ് റവ എന്ന് പറയുന്നത്. അത് നമ്മൾ 3 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. റവ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുമോ സ്കിന്നിനൊക്കെ റവ അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ്, സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ റവയുടെ നല്ലപോലെ നമ്മുടെ സ്കിന്നിന് പിമ്പിൾസൊക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അൺഈവൻ ആയിട്ടുള്ള ഹെയർ ഒക്കെ വരുന്ന സമയത്ത് നമ്മളത് ഷേവ് ചെയ്ത് കളയില്ലേ, ആ സമയത്ത് ഹെയറിൽ നമ്മുടെ ഈ മുഖത്തൊക്കെ ഒരു പച്ചക്ക് പോലെ കളറിലൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ, അതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് അത് നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ. ആ ഒരു പച്ച കളറിൽ ഒരുമാതിരി നമുക്ക് ഈ ഗേൾസിന് പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ ഈ ഷേവ് ചെയ്ത് ആണല്ലോ കളയുന്നത്, അപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ പോലെ തോന്നാറുണ്ട്. അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ അനീവനായിട്ട് നമുക്ക് കാണപ്പെടുന്ന ഈ കറുത്ത പാടുകളൊക്കെ ഇല്ല, അപ്പോൾ അതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. നമ്മളിവിടെ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓവറായിട്ട് ചൂടാവരുത്. എന്നിട്ട് ചൂടായി നമുക്ക് അതിൽ നിന്ന് മാറ്റിയ ശേഷം തണുത്തതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഡയറക്റ്റ് എടുത്ത് ചൂടെടുത്ത് മുഖത്ത് തേച്ച് വെക്കരുത്, അവസാനം പൊള്ളിപ്പോവും. അവസാനം എൻ്റെ പേര് പറയരുത് നിങ്ങൾ. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന റവ ഏതായിരുന്നാലും ശരി, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. വാങ്ങിക്കുന്നത് എന്തായാലും പാക്കറ്റിലുള്ള റവ ആയിരിക്കും നിങ്ങൾ വാങ്ങിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തായിരുന്നാലും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഓവറായിട്ട് പിമ്പിൾസ് വരുന്ന ടൈപ്പ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തത് ഒരു ദിവസം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫേസിൽ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് യൂസ് ചെയ്യാനായിട്ട്. എല്ലാ ടൈപ്പ് സ്കിന്നിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓവറായിട്ട് പിമ്പിൾസ് വരുന്ന സ്കിന്നിനാണെങ്കിൽ മാത്രം ഇതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ സ്കിന്ന് അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് സ്കിന്നിന് കൊടുക്കാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പോലെ റിസൾട്ട് തരുന്നൊരു സംഭവമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വെളുത്തിട്ട് പാറുക എന്നുള്ളതല്ല, നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനിങ് ആക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പിമ്പിൾസിൻ്റെ മാർക്കുകൾ അതുപോലെ തന്നെ നമുക്ക് തന്നെ അൺഈവൻ ആയിട്ടുള്ള ഒരു കളേഴ്സ് ഈ സ്കിന്നിലൊക്കെ നമുക്ക് കാണാം. അതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഞാനിതിൽ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റ് വീഡിയോസൊക്കെ ഇനി ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.